ചിലതായില്ല. എന്തറില്ലാത്ത എന്തൊക്കെയല്ല ഞാൻ പറയണത്. ഫ്രാങ്ക്ലിയാക്കന്റെ കാർ കളക്ഷനാണ് ഇതൊക്കെ. എന്നിട്ട് ചങ്ങായിക്ക് മതിയാവൂല, ഇനിയും കാർ വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അതിനോടൊരു ക്രേസ് അല്ലേ. ഫ്രാങ്ക്ലിയാക്ക, നമ്മൾ അന്നീ വീട്ടിലല്ലേ നിക്കണേ, നമുക്ക് ഈ വീട് മാറ്റി പിടിച്ചാലാ? എന്താണ്ടാ നിനക്ക് പ്രാന്താണ്? അത് ചോദിക്കുമ്പോ വീട് മാറാൻ നിന്റെ കയ്യിൽ ഞാൻ എന്താ ഇവിടെ മാവുമ്പോ നല്ല പൈസ കൂട്ടിക്കണത്. എടാ അപ്പത്തിന് നീ പോയി വീടൊക്കെ ഷിൻചാനെ നിന്നെ കൊണ്ട് വല്ലാത്ത തൊരടിയായല്ലോ. ഓക്കെ, നീ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഓരോ വീട്ടിലാണ് നിൽക്കുമ്പോ ഒരു ബോറായി ചേഞ്ച് പിടിക്കണ്ടേ നമ്മള്. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് പോവാ. എടാ എവിടെടാ വീടിന്റെ ലൊക്കേഷന്? എന്താ ഐലൻഡാ? നീ വന്ന് വണ്ടി കേറ്. തമാശ കളിക്കില്ല, ഐലൻഡാ. നീ വന്ന് വണ്ടി കേറ്. എടാ ഏത് ഐലൻഡാണ്ടാ? അതൊക്കെ ഞാൻ ഫ്രാങ്ക്ലിയാക്കൊക്കെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടുന്നുണ്ട്. ആ ലൊക്കേഷൻ വഴി പോ. ശരി, ഐലൻഡ് വീട് എന്തായാലും പോയി നോക്കാം ഗൈസ്. നമ്മളെപ്പോഴും ഓരോ വീട്ടിൽ നിൽക്കുമ്പോ ബോറല്ലേ. ഇപ്പൊ പോയി ആ വണ്ടിമ്മ ചാമ്പിയായിരുന്നു. ഭാഗ്യണ്ട്. എടാ ഈ ലംബോർഗിനി ഇത്തിരി സീനാണേ. ഞാന് നമ്മളെ പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ലംബോർഗിനി എടുത്ത് പോണത്. ഞാൻ വേറെ വണ്ടികളൊന്നും ഓടിക്കണ്ടായിരുന്നു. ദൂരക്ക് അതെന്താണ് ഇങ്ങനെ തീരെ കൺട്രോളും കിട്ടുന്നില്ല. വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല, ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. ബീച്ച് എത്താനായിട്ടുണ്ട്. നിങ്ങൾ ബീച്ചിൽ എത്താനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. ഡയറക്റ്റ് 10 ലൈക്സ് ആണ് ഗൈസ് വെക്കുന്നത്. നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ചാണ്ട് പൊട്ടിച്ചേക്ക്. ഓക്കെ, നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലല്ല, ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ബീച്ചിൽ ഇവിടെ ഒരു ഹൗസ് ഉണ്ട്. നമുക്ക് എല്ലായിടത്തും ഹൗസ് ഉണ്ട് ഗൈസ്. നമ്മൾ റിച്ച് ആണ്, നിങ്ങൾക്കറിയാലേ. നമ്മളെ ഫ്രാങ്ക്ലി പണ്ടേ റിച്ച് ആണ്. അതുകൊണ്ട് എല്ലായിടത്തും കിട്ടുന്ന വീടുകളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ പുതിയ വീട് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആ വീടിന്റെ ഗാരേജിലാണ് ആ വണ്ടി ഇട്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ബോട്ടുകൾ ഉണ്ടോ നോക്കാം. ഇവിടെ ബോട്ടൊന്നും കാണാമല്ലോ. ഞാൻ എന്തായാലും നല്ലൊരു ബോട്ട് നോക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഈ ചേട്ടൻ്റെ ഒരു ബോട്ട് റെന്റലിന് വാങ്ങിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ട് വാങ്ങിക്കാം. പക്ഷെ ആ ചേട്ടൻ കൊടുക്കുന്നില്ല അത്ര. അതുകൊണ്ട് നമ്മൾ റെന്റലിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. രാത്രികൾക്കുള്ളിൽ തരണം പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പലത്തിന് കൊണ്ടുകൊടുക്കും. നമ്മളാ ജസ്റ്റ് ആ വീട് നോക്കേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. കാരണം ഷിൻചാനെ എനിക്ക് നീന്തലറിയില്ലേ? അവനക്ക് നീന്തലറിയാം. നമ്മളെന്നെ പഠിപ്പിച്ചു കൊടുത്ത്. എന്ത് പൊട്ടനല്ലേ ഞാൻ. അങ്ങനെ നമ്മൾ ഈ ബോട്ടിന്റെ മേലെ കയറിയിട്ടുണ്ട്. നമ്മൾ ഷിൻചാനും കയറിയിട്ടുണ്ട്. ഇവിടെ ഷിൻചാൻ നീ അവിടെയൊക്കെ അവിടെ നോക്കി കിട്ടാ വീഴല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ ഷിൻചാൻ എങ്ങനെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പഹയം വീണ ഒരു തുണ്ട പോലും കിട്ടൂല. അത്രക്ക് പെരുക്കാണ് പഹയ. എന്നിട്ടാണ് അവിടെ നിൽക്കണത്. എന്തായാവട്ടെ, നമുക്ക് കത്തിച്ചണ്ട് വിട്ടാ. അയ്യോ, അപ്പൊ ആ ബോട്ട് മിടിച്ചായിരുന്നു. നമ്മളെ പോലത്തെ ഒരു ബോട്ട് തന്നെയാണ്. ഇപ്പൊ പോയി അലക്കിയായിരുന്നു. അലക്കിയെന്നല്ല, അലക്കി ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നമുക്ക് നേരെ ഇവിടെ കുറെ ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ. കണ്ടത്തിലൊന്നും ആരുമില്ല. ഇത് ചിലപ്പെങ്കിൽ ഫിഷ് ഇട്ടാൻ വേണ്ടി ഫിഷിങ്ങിന് ഇട്ടിട്ട് പോയിട്ടുള്ളതാവും. ചിലപ്പോ ആള് ഫുഡ് ഐറ്റം കഴിക്കാൻ പോയിണ്ടാവും. നമുക്കേ കുറച്ചിങ്ങോട്ട് പോയി നോക്കി വെക്കാം. ചിലപ്പോ ഐലൻഡ് കിട്ടിയെങ്കിൽ. അല്ല, ഐലൻഡ് മാപ്പിൽ മാർക്കിടാണല്ലോ. നമുക്ക് മാപ്പിൽ കാണിക്കണ വഴിയിലൂടാണ്ട് പോവാ. അത് കുറച്ചേരം പിടിക്കോടാ. ലൈജൻ ഉണ്ടാക്കിയ വീടല്ലേ, ലൈജനായിട്ട് കണ്ടുപിടിച്ച വീടല്ലേ. നമ്മൾക്ക് അങ്ങോട്ട് നേരെ പോവാ. പിടിച്ചിരുന്ന ഷിൻചാൻ ഇങ്ങനെ കത്തിച്ചു വിടാണ്. കത്തിച്ചു വിടാ ഗൈസ്. നമ്മളങ്ങനെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഷിൻചാനെ. ഇതാ ഐലൻഡാണ്. ഐലൻഡിലുള്ള ചെറിയൊരു വഴിയാണ്. ഇതാരാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു പാലൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ആവട്ടെ, നമുക്ക് എന്തായാലും ബോട്ട് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് അതിനെ മേലെ കയറി പോവാ. മേലെയാണ് വീട് വരുന്നത്. ഓക്കെ, നമുക്ക് ബോട്ട് എന്തായാലും ഇവിടെ ഇടാം. ഇവിടെ ഇട്ട് എങ്ങനെ ഉണ്ടാകും? നമുക്ക് ഇപ്പുറത്തെ സൈഡാണ് പോകേണ്ടത്. ഇവിടെ 2 സ്ഥലത്തായിട്ട് ഐലൻഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ അവിടെ ജോയിൻ്റ് ആയ ഐലൻഡ് ആവും. അതേക്കൂടെ എനിക്കൊന്നും ആ പാലം കൊടുത്തിട്ടുള്ള അങ്ങോട്ട് കയറാനുള്ള വഴിയാവും. നമുക്ക് നേരെ ആ വഴിയിലോട്ട് കയറാം. അവിടെ ചിഞ്ചാനൊന്നും വാട. ഇവിടെ ശ്വാസം മുട്ടി ചാവണ്ടപ്പോ ഒന്ന് കയറി വാട വേഗം. അതല്ലേ ഇപ്പൊ പണി. ജീവൻ വായോ. അതിനോടൊപ്പം എനിക്കും മനസ്സിലാവാത്ത എന്താണ് ഇവിടെ പെട്ടെന്ന് രാത്രി ആയല്ലോ. എടാ നീ മുണ്ടാണ്ട് കൊണ്ട് പോയോ? അന്റെ കാരണത്താൽ തന്നെയാണ് ഞാൻ വീട്ടിൽ തന്നെ വരാൻ കാരണം. ഇതെന്താ എടാ, ഇതാണാ വീട്? ഇതെന്താ ഇവിടെ ഒരു കാറൊക്കെ പൊട്ടി പൊളിഞ്ഞെടുക്കണ്ടല്ലോ. എടാ ഇതെന്ത് വീടാടാ ഷിൻചാനെ? ഇതെന്തോ അലക്കാമല വീട്. ഇതിന് ഓണർ എവിടെ? ഇതിന് ഓണർ ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചേട്ടോ? ഇവിടെ ഒരു കുറെ വണ്ടികൾ പൊളിഞ്ഞെടുക്കണ്ടല്ലോ ഇവിടെ. ഇതെന്താണ് സംഭവം? ഇവിടെ എന്തെങ്കിലും
എടാ ഷിൻജാൻ ഇത് എന്ത് വീടാണ്ടാ, ഇതൊന്നും ഞമ്മക്ക് പറ്റിയ വീടൊന്നല്ല ട്ടാ. ഇതേതാ ബംഗാളികളെ വീട് മാതിരി ഉണ്ട്. ഇതൊന്നും ഞമ്മക്ക് പറ്റിയല്ലേ. ഇതെന്താടാ ഷിൻജാനെ 3 ശവല്ലേ എടുക്കണ്. എടാ വായ നമുക്ക് പോവാ. ഈ വീട് ശരിയല്ലേ, ഈ വീടൊന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇത് എന്ത് വീടാണ്, കാണുമ്പോ തന്നെ പേടിയാവണ്. ആടെ കുഴപ്പമില്ല, നമ്മളെന്തായാലും ഈ വീട് വാങ്ങിക്കാനൊന്നും പോണില്ല. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായിട്ടാണ്ട് കരുതിക്കോ. ഷിൻജാനെ ഇവിടുന്ന് എടുത്ത് നേരെ ബോട്ടിക്ക് ചാടിക്കോ. ഇവിടെയാണ് ഞാൻ ബോട്ട് വെച്ച സ്ഥലം. ചാടിക്കോ. ഭാഗ്യണ്ട് വെള്ളത്തിക്ക വീണത്. ഷിൻജാനെ എവിടെ ഷിൻജാനെ എവിടെ? അവിടെ ഉണ്ടില്ലേ. നീ വന്ന് വണ്ടി കയറി, ബോട്ടിൽ കയറി. വേം വാ സേഫ് അല്ല രാത്രി വെള്ളത്തിൽ കിടന്ന് നീന്തണ്. വന്ന് കയറാ. ഓക്കെ. ഇജെന്താണ് പല സ്ഥലത്തായിട്ട് നിക്കണം, എനിക്ക് ഇവിടെ വന്ന് ഇരുന്നൂടെ? ആ വൈബൊക്കെ വീണ അവിടെ ഇരിക്കും. അതിനോടൊപ്പം ഞാനോ ആലോചിക്കണ്, നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്ന് രാവിലെ ആയി. എടാ ഭാഗ്യം ഉണ്ടാ വീടൊന്നും വാങ്ങിക്കാരുന്ന് കേട്ടാ. ഭാഗ്യണ്ട്. അവിടെ എന്തോ ഒരു ചെയ്ത്താൻ്റെ കളി ഉണ്ട്. നമ്മളങ്ങനെ നമ്മളെ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓലക്കമല വീട് നോക്കാൻ പോലായിരുന്നു ഇന്ന്. ഇനി ഈ പാഹേന്റെ വാക്കും കേട്ട് ഞാനൊരു വീട് നോക്കാനും വരില്ല. എടാ ബോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ല, ഇവിടെയൊക്കെ വന്നത് നിൽക്കണ്. അതിന് ഓണറിന് ആവശ്യമുണ്ടെങ്കിൽ വന്ന് എടുത്തോളും. വാട നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോട്ടെ. എടി ഈ വണ്ടി കുഴപ്പമില്ലല്ലോ, സീന് വണ്ടിയല്ലോ. ലോവറാക്കി വെച്ചിട്ട് ബെഡായിണ്ട്. നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് പോടുന്ന്. അവിടെ ഷിൻജാനെ വന്ന് വണ്ടി കയറി. നമ്മളെ വണ്ടി ആരും ഇവിടുന്ന് എടുത്തോണ്ടേയില്ലല്ലേ. ഞാൻ ഈ ഗാരേജ് ആണെന്നുണ്ടെങ്കിൽ പൂട്ടാനും മറന്ന്. വാട വണ്ടി കയറി. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഭാഗ്യമുണ്ട് കേട്ടോ, നമുക്കൊന്നും പറ്റായിരുന്നു. ആ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഗോസ്റ്റിനൊന്നും കാണാനില്ല. ഗോസ്റ്റ് ചിലപ്പോ ഉറങ്ങിയാവും. വീട് തുറന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പൂട്ടേരിക്കായിരുന്നു. നമ്മളപ്പത്തിനും കൊണ്ട് പോകുന്നു. ആ സ്ഥലം കണ്ടിട്ടേ പേടിയായി. ഞാൻ അവിടെ വീടും കൂടി എടുത്താൽ ചത്ത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇവിടുന്ന് 2 വഴിയുണ്ട്, നമുക്ക് ഈ വഴി തന്നെ പോവാം. ഇതാണ് നല്ലത്. ഇത് ഡയറക്റ്റ് വീടിൻ്റെ അടുക്ക് എത്തും. മറ്റേ കുറേ കറങ്ങി വളയണം. ഇതല്ലേ നല്ല ഇനും പോയതും. ഇപ്പം ചാമ്പിരുന്നു വണ്ടിമ്മേ. ഓക്കെ നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത്ര ബോഡി ഗാർഡ്സൊക്കെ അവിടെ നിൽക്കണ്. അപ്പന്മാർക്ക് എന്താ വട്ടായ. ചില ദിവസം ഞാൻ വരുമ്പോഴൊക്കെ അവിടെ ആയിട്ട് നിൽക്കും. ഇവിടെയൊക്കെ നിൽക്കട്ടെ. ഇതൊന്നും 2 ലംബോർഗിനിയൊക്കെ ഇതാര പണിയാണ്? നമ്മളെ ഗാർഡ്സിൻ്റെ പണി തന്നെയാവും. അവർക്ക് ഒരു വണ്ടി പോയാൽ ഒരു വണ്ടി ഇവിടെ കൊടുന്നിടും. എന്നിട്ട് അവരെന്നെ ഉപയോഗിക്കും. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. ഇതുള്ള നമ്മളന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒലക്കമല വീട് പോക്കലായിരുന്നു. എടാ ഞാൻ എൻ്റെ വാക്കിട്ട് ഒരു വീട്ടിലേക്ക് ഞാൻ വരില്ലടാ. അതന്നെ പറഞ്ഞ എന്തൊക്കെ ആയിന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് ഗൈസ്.